2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലായിൽ തന്നെ ജനവിധി തേടുമെന്ന സൂചന നൽകി ജോസ് കെ മാണി എം പി. യൂത്ത് ഫ്രണ്ട് പരിപാടിയിലായിരുന്നു ഇക്കാര്യം ജോസ് കെ മാണി സൂചിപ്പിച്ചത്. പാലായിൽ വികസനം മുരടിപ്പാണെന്നും വികസനം തിരിച്ചുപിടിക്കണമെന്നും ജോസ് കെ മാണി പറഞ്ഞു. രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടെടുത്തവരുണ്ടാകാം. അവരൊക്കെ ചിന്തിക്കട്ടെ, ഇവിടെ പാല നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പാല ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബ്രില്യന്റും അതുപോലെ തന്നെ ത്രിപിൾ ഐറ്റിയും ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്നെത്തുന്നത്. പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. പാലായ്ക്ക് പകരം കടുത്തുരുത്തിൽ മത്സരിക്കാനുള്ള നീക്കം ഗുണം ചെയ്യില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, പാലാ തന്നെ ജോസ് കെ മാണി ഉറപ്പിക്കുകയാണോ? അതിന്റെ സൂചനകൾ നൽകി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? പാല അല്ലെങ്കിൽ കടുത്തുരുത്തി, ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഇതിൽ ഒന്നിൽ ജോസ് കെ മാണിയെ നിലയ്ക്കുന്നതിൽ കടുത്തുരുത്തിക്കായിരുന്നു കൂടുതൽ സാധ്യതകൾ എത്തിച്ചിരുന്നത്. പക്ഷേ പാലയിലേക്ക് തന്നെ ജോസ് കെ മാണി തിരികെ മത്സരിക്കുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. കാരണം ഇപ്പോൾ 2000 യുവ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രകടനം നടത്തിക്കൊണ്ടാണ്, അതിന്റെ വേദിയിലാണ് ഇത്തരത്തിൽ അതിന്റെ സൂചന. അതായത് കടന്നാക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ വിഭിന്നമായി മാണി സി കാപ്പനെ അടക്കം കടന്നാക്രമിക്കുകയായിരുന്നു. താൻ എം പി എന്ന നിലയ്ക്ക് പാലയ്ക്ക് വേണ്ടി പല വികസനങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ വിലങ്ങുതടിയായി ഈ മാണി സി കാപ്പൻ നിൽക്കുന്നു, അല്ലെങ്കിൽ സ്ഥലം എം എൽ എ നിൽക്കുന്നു എന്ന ഒരു ആക്ഷേപമാണ് ജോസ് കെ മാണി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാലയിൽ വികസനം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം, അതായത് പാല ഏത് വിധേയം തിരിച്ചു പിടിക്കണം എന്ന സൂചനകൾ തന്നെയാണ് ജോസ് കെ മാണി നൽകുന്നത്. ഒപ്പം തന്നെ പല വിലയിരുത്തലുണ്ട്. അതായത് കടുത്തുരുത്തിലേക്ക് പെട്ടെന്നൊരു കൂറുമാറ്റത്തിലേക്ക് അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് പാലയിൽ തോൽവി ഭയന്നുകൊണ്ട് പിന്മാറി എന്ന തോന്നലുണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപം ഉയരാൻ സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ കരുതുന്നുണ്ട്. അപ്പോഴും ഈ കടുത്തുരുത്തിയെ പൂർണ്ണമായും മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല. ഒരു പക്ഷേ ഈ പാലായിലേക്കുള്ള കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഈ 30-ാം തീയതി കടുത്തുരുത്തിയിലും സമാനമായ രീതിയിലുള്ള പ്രകടനം നടത്തുന്നത്. പക്ഷേ ആദ്യ പ്രകടനം നടത്താനായി തിരഞ്ഞെടുത്തത് പാല തന്നെയാണ്. നമുക്കറിയാം, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം അവരുടെ കേന്ദ്രമാണ്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് പാല. അപ്പോൾ ആ പാലായിൽ തന്നെ ചെയർമാൻ മത്സരിച്ചേക്കും എന്നല്ലെങ്കിൽ മത്സരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ. കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്.